മലയാള ഭാഷ പഠനം ആകർഷകമാക്കാൻ എന്താണ് ചെയ്യുക? ആധുനിക സാങ്കേതിക വിദ്യയായിട്ട് അതിനെ കണക്ട് ചെയ്യുക മാത്രമേ വേണ്ടൂ. ഈ എഴുത്തിനിരുത്തില്ലേ, എഴുത്തിനിരുത്ത് മണലൊന്നല്ല, ഒരു ടാബിലാണ് എഴുത്തിനിരുത്തുന്നത് വെച്ചാൽ എല്ലാ കുട്ടികളും ഭയങ്കര രസിച്ച് ഉല്ലസിച്ച് വന്ന് ഹാ ഹാ എന്നും എന്ത് കോപ്പറേറ്റീവ് വേണമെങ്കിൽ എഴുതും. ഇങ്ങനെ ആനന്ദമയമാക്കി മാറ്റുക എന്നുള്ളതാണ് ആ വിഷയങ്ങളിൽ കുട്ടികളുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്താനും അത് ഉറപ്പിക്കാനും ഒക്കെയുള്ള ഏക വഴി. അല്ലാണ്ട് ചൂരലും ചോക്കുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ഓടും. അപ്പം നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കാനും വിധിക്കാനും കെൽപ്പുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ ഭാഷയിലായിരിക്കണം എന്നുള്ളത് സാമാന്യമായ നീതിയുടെ ആദ്യത്തെ തത്വമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുമായിട്ട് ഈ ഭാഷാ പഠനത്തിനെ ബന്ധിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് നമുക്ക് ഇന്നുള്ള മുമ്പിലുള്ള ഒരു വെല്ലുവിളി. എഴുതി കൊടുക്കുന്ന സർക്കുലർ ആരെയാണോ അഡ്രസ്സ് ചെയ്യണത് അവർക്ക് മനസ്സിലാവുക എന്നൊരു ദൗത്യം വേണ്ടേ, ഒരു ധർമ്മം വേണ്ടേ? നിങ്ങൾ ആരെയാണോ ലക്ഷ്യം വെക്കണത് അത്തരം ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് കൂടി ഗ്രഹിക്കാവുന്ന വാക്കുകളെ അതിലുപയോഗിക്കാവൂ. അക്ഷരങ്ങൾ മാത്രമല്ല, അതിൻ്റെ ആ ക്രമം കൂടി അറിയണം. എന്നാൽ മാത്രമേ അക്ഷരമാലാക്രമവും അതിലൂടെ ഈ ഡിക്ഷണറിയിൽ ഈ വാക്ക് എവിടെയാണ് എന്ന് കിടക്കുന്നതും ഒക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മളെ ജനങ്ങളുടെ കയ്യിലും ജനങ്ങളെ നമ്മുടെ കയ്യിലും ഏൽപ്പിക്കുന്ന പ്രക്രിയയാണ് ജനാധിപത്യത്തിൻ്റെ മഹത്തായ പ്രക്രിയ. ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ, ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, ജോയിൻറ്റ് സെക്രട്ടറി ദീപ ആർ കൃഷ്ണൻ, ഇവിടെയുള്ള എൻ്റെ പ്രിയ സുഹൃത്ത്, ചിരകാല സുഹൃത്തായ ജേക്കബ് ജോർജ്, എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഉദ്യോഗസ്ഥരെ, അവരുടെ കുടുംബാംഗങ്ങളെ, വിശേഷിച്ച് ഈ ഭാഷയിൽ ഈ പുരസ്കാരങ്ങളൊക്കെ നേടിയ യുവ എഴുത്തുകാരെ. ഞാൻ ഈ പ്രഭാഷണത്തിനോ അല്ലെങ്കിൽ സംസാരത്തിനോ വന്നപ്പോൾ ഞാൻ ആലോചിച്ചത് പഴയ ഒരു സിനിമയാണ്. മൃണാൾ സെൻ സംവിധാനം ചെയ്തതാണ് സിനിമ. 1975 ആ സിനിമ ഇറങ്ങിയത്. അതിൻ്റെ പേര് മൃഗയ എന്നാണ്. പലരും കേട്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. അത് ഇറങ്ങിയ കാലത്ത് ജനിക്കുക പോലും ചെയ്യാത്ത കുട്ടികൾ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അഭിനയിച്ച മിഥുൻ ചക്രവർത്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിഥുൻ ചക്രവർത്തി ആദ്യമായിട്ട് ആ സിനിമയിലാണ് അഭിനയിക്കുന്നത്. അന്ന് അയാൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്നേ ഉള്ളൂ. അദ്ദേഹം അതിൽ ഒരു ട്രൈബൽ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഒറീസയിലെ ഒരു ട്രൈബൽ യുവാവ്. ഇത് ഒരു ഒഡീഷ ഭാഷയിൽ എഴുതിയ ഒരു കഥയുടെ അഡാപ്റ്റേഷൻ കൂടിയാണ്. ആ കഥയിൽ ഈ ട്രൈബൽസും അതുപോലെ ഹുണ്ടിക വ്യാപാരികളും പോലീസും ഒക്കെ കഥാപാത്രങ്ങളായി വരുന്ന കഥയാണ്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്ററാണ് അവിടെ ഭരിക്കുന്നത്. അയാൾക്ക് കോടതിയും സംഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലത്തെ കഥ, അയാളുടെ പേര് ഗിനുവ എന്നാണ് മിഥുൻ ചക്രവർത്തി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ഗിനുവയുടെ ഭാര്യ ആയിട്ട് വരുന്നത് മമതാ ശങ്കറാണ്. ഈ മമതാ ശങ്കറിൻ്റെ കഥാപാത്രത്തിന് ഒരു ഹുണ്ടിക വ്യാപാരി, ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ് ഹുണ്ടിക വ്യാപാരി, കടം വന്നുകൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് ഇവളെ തട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ പ്രതികാരമായിട്ട് ഗിനുവ അയാളെ കൊന്നു. ഈ കേസ് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ കോടതിയിലാണ് വരുന്നത്. അയാളാണ് ജഡ്ജ്, അയാളാണ് അതിൻ്റെ ജഡ്ജും കലക്ടറും ഒക്കെ അവിടുത്തെ സർവാധികാരിയാണ്.
അപ്പം കോടതിയിൽ വിചാരണ നടത്തി ഇയാൾക്ക് വധശിക്ഷ വിധിക്കുക. അതാണ് രംഗം. അപ്പോൾ വധശിക്ഷ ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. ഇംഗ്ലീഷിൽ വധശിക്ഷ വായിച്ചു കേട്ടു, നിങ്ങളെ കൊല്ലാൻ പോവുകയാണെന്ന് വായിച്ചു കേട്ടു. ഇയാൾക്കൊരു വികാരമില്ല, എന്താ പറയണമെന്ന് അയാൾക്ക് മനസ്സിലാവണില്ല. ഇംഗ്ലീഷാണ് ആ പറയണത്. അതുകൊണ്ട് അയാൾ വളരെ സന്തോഷപൂർവ്വം അല്ലെങ്കിൽ പരിഭ്രമത്തോടുകൂടി, അത് മാറി മാറി വരുന്നൊരു മുഖഭാവമുണ്ട്, അതോടുകൂടി ആണ് ആ കഥ അവസാനിക്കുന്നത്. ഇത് നോക്കൂ, അയാളുടെ വിധി അയാളുടെ മേൽ ഉച്ചരിക്കപ്പെടുമ്പോഴും അയാൾക്ക് എന്താണ് ആ വിധി എന്നോ, എങ്ങനെയാണ് ആ വിധിയിലേക്ക് ഈ വാദപ്രതിവാദങ്ങൾ എത്തിച്ചേർന്നതെന്നോ, ആ കോടതി നടപടികൾ എന്താണെന്നോ ഒന്നും മനസ്സിലാവണില്ല. അയാൾ അജ്ഞനാണ്. ഈ അജ്ഞതയ്ക്ക് എന്താണത് കാരണം? അയാളെ സംബന്ധിച്ചിട്ടുള്ള വിധിയിലേക്ക് അയാൾക്ക് അറിവ് നൽകാൻ കഴിയാത്ത വിധത്തിൽ അയാൾക്ക് അപ്രാപ്യമായ ഒരു ഭാഷയാണ് ഒരു കോടതി വ്യവഹാരത്തിന് വേണ്ടി ആ കോടതിയിൽ ഉപയോഗിച്ചതെന്നാണ്. അപ്പോൾ നോക്കൂ, അത് 1936 ഈ കഥ നടക്കുന്നത്. 1975 സിനിമ എടുക്കുന്നത്. ആ കഥ നടക്കുന്ന കാലം കഴിഞ്ഞ് ഒരു 10-40 കൊല്ലം കഴിഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ നോവലിസ്റ്റും പ്രശസ്തനായ എഴുത്തുകാരനും ശാസ്ത്രത്തിൻ്റെ എഴുത്തുകാരനും പത്രാധിപരും ഒക്കെ ആയ സി രാധാകൃഷ്ണൻ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് കോടതി കാണണമെന്ന് വലിയ കലശലായ ആഗ്രഹം ഉണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അപ്പോൾ അദ്ദേഹം അച്ഛനോടൊക്കെ പറഞ്ഞ് കോടതി കാണാൻ പോയി. അപ്പോൾ കോടതിയിൽ അന്നൊക്കെ ഇംഗ്ലീഷിനേ ഉള്ളൂ. കോടതി കാണാൻ പോയി. അപ്പോൾ ആ കക്ഷി വക്കീലുമായിട്ട് സംസാരിക്കുന്നത് രാധാകൃഷ്ണൻ കേൾക്കുന്നുണ്ട്, കോടതിക്ക് പുറത്ത്. എൻ്റെ വക്കീലെ, ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർന്ന് ഇന്ന് തന്നെ വിടുതലാക്കണം. എനിക്കിത് എന്നും ഇങ്ങനെ കോടതിക്ക് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് എന്ത് വ്യവസ്ഥയിലാണ് ഇത് തീർത്ത് തരണം എന്ന് വക്കീലിനോട് പറയാം. വക്കീൽ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇംഗ്ലീഷിൽ വാദിക്കും. പക്ഷേ കോടതി എന്ത് ചെയ്തു? ഈ കോടതി ഇംഗ്ലീഷിൽ പറയാണ്, ഈ വക്കീലിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഈ കേസ് നീട്ടിവെക്കുന്നു എന്നാണ് ഇംഗ്ലീഷിൽ വിധി പറഞ്ഞു. അപ്പോൾ നോക്കൂ, രാധാകൃഷ്ണൻ പറയാൻ, ഇതാണ് കോടതിയിൽ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ വാദം നടക്കുകയും അങ്ങനെയാകുമ്പോൾ നമുക്ക് ആയിട്ടുള്ള വിധി വരികയും നമ്മുടെ ജീവിതം തന്നെ താറുമാറാവുകയും ചെയ്യുന്നത്. അപ്പം നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് നമുക്കറിയാത്ത ഒരു ഭാഷയാണ് എന്ന് വരുമ്പോഴുണ്ടാവുന്ന വിപത്തിനെ ഈ രണ്ട് ഒരു കഥയും ഒരു കഥാകൃത്ത് ജീവിതത്തിൽ അനുഭവിച്ച ഒരു അനുഭവം, ഇത് രണ്ടും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എന്തുമാത്രം വ്യക്തമാവും. അപ്പം നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കാനും വിധിക്കാനും കെൽപ്പുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ ഭാഷയിലായിരിക്കണം എന്നുള്ളത് സാമാന്യമായ നീതിയുടെ ആദ്യത്തെ തത്വമാണ്. അതില്ലെങ്കിൽ ആ നീതി നടപ്പാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടി, ഇവിടെ കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നു. പിന്നെ ഭരണപരിഷ്കാരം, ഈ ഔദ്യോഗിക ഭാഷ അന്നൊക്കെ ഇംഗ്ലീഷാണ്, അത് മാറ്റി അതാത് പ്രാദേശിക ഭാഷകളിലാവണം. ആ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ വന്നു. അങ്ങനെ വന്നു കേരളം, മലയാളത്തിൻ്റെ ജന്മഭൂമി, മലയാളികളുടെ ജന്മഭൂമി എന്നുള്ള കേരളം വന്നു. ഭരണപരിഷ്കാരത്തിന് പല കമ്മിറ്റികളും വന്നു. കോമാട്ടിലച്ചു മേനോൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി ഉണ്ടായി. അങ്ങനെ പല കമ്മിറ്റികളും വന്നു. പക്ഷേ ഇതിലൊരു തമാശയുണ്ട്. ഈ ഭരണഭാഷ മലയാളമാക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ലളിതമായ ഉപകരണം വേണം. അതെന്താന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. ടൈപ്പ് റൈറ്റർ. എത്ര ലളിതമായൊരു സംഗതിയാണ്. ടൈപ്പ് റൈറ്റർ വേണം. മലയാളത്തിൽ ടൈപ്പ് റൈറ്റർ വേണം. അപ്പോൾ മലയാളത്തിൽ ടൈപ്പ് റൈറ്ററൊന്നും അന്നില്ല. അപ്പോൾ എൻ്റെ പാലക്കാട് ജില്ലയാണ് എൻ്റെ ജില്ല. അവിടെ കലക്ടറായിരുന്നു ബാബു പോൾ IAS. അദ്ദേഹം അവിടെ കലക്ടറായിരിക്കുമ്പോഴത്തെ ഒരു അനുഭവം പറയണ്ടായി. അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യാണ്. അവിടെ ജില്ലാ വികസന സമിതി എന്നൊരു സമിതി ഉണ്ടായിരുന്നു. ഇത് 1971-72 കാലത്താണ്. ഞാൻ BSc പഠിക്കുക.
അന്ന് ബാബു പോളാണ് അവിടെ കളക്ടർ. അപ്പോൾ അദ്ദേഹം അക്കാലത്തെ പറ്റി അനുസ്മരിക്കുന്നുണ്ട്. ആ അനുസ്മരണത്തിൽ അത് പറയാം, ഞാനൊരു നടപടിക്രമം ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യും, ടൈപ്പിസ്റ്റ് അത് ടൈപ്പ് ചെയ്യും. എനിക്ക് പിറ്റേ ദിവസം രാവിലെ ടൈപ്പ് ചെയ്ത കടലാസ് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ ഒക്കെ കാന്ന് വേണ്ട ദിക്കിലൊക്കെ കൂന്ന് എഴുതിയിട്ടില്ല. തമാശയുണ്ട്. പാലക്കാട്ടെ കർഷകർ കുടം കൊണ്ട് വീർപ്പ് മുട്ടുന്നതായി പരാതിപ്പെട്ടു. ബാബു പോൾ അന്വേഷിച്ചു, എന്ത് കുടം കൊണ്ട് എന്താ വീർപ്പ് മുട്ടാൻ? കുടം അങ്ങനെ ഒരു പ്രശ്നമുള്ളതല്ലോ. അപ്പോൾ ആ ക്ലർക്കിനെ ടൈപ്പിസ്റ്റിനെ വിളിച്ച് ചോദിച്ചു, എന്ത് ഈ കുടം എഴുതിയില്ല? ആ സാറേ കായുടെ അതൊക്കെ അവിടെയുള്ള കായുടെയൊക്കെ വക്ക് ചെറുതായിട്ട് ചതഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ ഞാൻ കൂന്ന് എഴുതിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് കൂന്ന് എഴുതിയതാണ്. കലക്ടർക്ക് ചിരി വന്നു. പക്ഷെ ഇതാണ് പിന്നീട് കാന്നും ഇങ്ങനൊരു ഇതുള്ള ഒരു എന്താണ് ഇങ്ങനൊരു കുനിപ്പുള്ളത് സാധനം, അത് രണ്ടും രണ്ടാണല്ലോ. അതുണ്ടായിരുന്നില്ല. അങ്ങനെ പുതിയ ലിപി അന്നുണ്ടായിരുന്നെങ്കിൽ ഈ അക്ഷരത്തെറ്റ് വരുമായിരുന്നില്ല. അപ്പോൾ പുതിയ ലിപിയും പുതിയ ടൈപ്പ് റൈറ്ററും വേണമെന്നായി. അങ്ങനെ ആ കാലത്താണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം കൊള്ളുന്നത്. ഇതൊക്കെ മൂന്നൊക്കെ ഒരേ കാലത്ത് വരാം. അപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഉദ്ദേശങ്ങളിലൊന്ന് ഈ ആധുനിക ടൈപ്പിംഗ് സമ്പ്രദായത്തിന് മലയാളത്തിനെ സജ്ജമാക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഈ ഔദ്യോഗിക ഭാഷയിലേക്ക് മലയാളത്തിന് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് റൈറ്റർ ഡിസൈൻ ചെയ്യുക, ഇത് കേരളത്തിൽ വലിയ വിപ്ലവമായി. രണ്ടർത്ഥത്തിൽ, ആളുകൾ പരിഭ്രമവും എതിർപ്പും ഉണർത്തുന്നത് എന്നുള്ള അർത്ഥത്തിൽ, ആളുകൾക്ക് സൗകര്യം വർദ്ധിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം അന്ന് ഒരുപാട് അക്ഷരങ്ങളുണ്ട്. പണ്ടേ മലയാളത്തിൽ ഈ അക്ഷരബാഹുല്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യകാലത്ത് 19-ാം നൂറ്റാണ്ടിൽ ഈ മലയാള മനോരമ, ദീപിക, ആ പഴയ പത്രങ്ങളൊക്കെ തുടങ്ങിയിരുന്ന കാലത്ത് ഈ ചന്ദ്രകല എന്നൊരു സാധനമില്ല. മഹാഭാരതം, ആദ്യത്തെ മഹാഭാരതം പാട്ട് എന്നുള്ള പുസ്തകം, മഹാഭാരതം പാട്ട് എന്നാണ് പറയുക, എഴുത്തച്ഛൻ്റെ മഹാഭാരതം. അത് അച്ചടിക്കുമ്പോൾ ചന്ദ്രക്കല ഉണ്ടായിരുന്നില്ല, മഹാഭാരതം പാട്ട എന്നാണ് അച്ചടിച്ചത്. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഇത് തുഞ്ചൻ പറമ്പിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മഹാഭാരതം പാട്ട. ഇപ്പോഴും കറുത്ത പറമ്പ് എന്ന് എഴുതുമ്പോൾ കഴുത്ത പറമ്പ എന്ന് എഴുതാറുള്ളൂ. ആധാരത്തിലൊക്കെ പറമ്പ് എന്നുള്ളതിന് പറമ്പ എന്ന് മലബാറിൽ എഴുതാറുള്ളൂ, മുമ്പ് എന്ന് എഴുതാറില്ല. അപ്പോൾ ഈ ചന്ദ്രക്കല കണ്ടുപിടിച്ചതോട് കൂടിയിട്ട്, അത് 1860-ലൊക്കെയാണ്, ഈ അക്ഷരങ്ങളെ സ്പ്ലിറ്റ് ചെയ്യാനായി. ക്ഷ എന്ന് എഴുതാൻ ഒരു കൂട്ടക്ഷരം വേണം, പക്ഷെ അത് വേണ്ട. ക, ചന്ദ്രകല, ക്ഷ. മീത്തൽ എന്നും ചില ദിക്കിൽ പറയും, ചന്ദ്രകല എന്നും പറയും. അപ്പോൾ ഈ ചന്ദ്രകല കണ്ടുപിടിച്ചതാണ് മലയാളത്തിൽ വലിയൊരു വിപ്ലവമായത്. അതോടുകൂടി കൂട്ടക്ഷരങ്ങളുടെ ലിപി കട്ടകൾ പിന്നെ ആവശ്യമില്ല. മറ്റൊരു ക്ഷ, കന, കള, ഗിട എന്തെല്ലാം 900 കൂട്ടക്ഷരങ്ങളുണ്ടായിരുന്നു. ആ അക്ഷരപ്പെട്ടിയിൽ, അന്നൊക്കെ അക്ഷരപ്പെട്ടിയിൽ ഇത്രയും കൂട്ടക്ഷരങ്ങളുണ്ട്. പിന്നെ അത് കുറച്ച് 200 ചില്ലാൻ അക്ഷരങ്ങളായി. അങ്ങനെയുള്ള അക്ഷരബാഹുല്യം ഉള്ള ഒരു ഭാഷയാണ് മലയാളം. അത് ടൈപ്പ് റൈറ്ററിൽ ഇതെങ്ങനെ കൊണ്ടുവരും? അങ്ങനെ തിക്കി തിരക്കി ഉണ്ടാക്കിയ ഒരു ഭീമൻ ടൈപ്പ് റൈറ്ററായിരുന്നു ഈ 1972-ലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് പറ്റില്ല, ഇത് ടൈപ്പ് റൈറ്ററിങ് എന്നുള്ള ഏർപ്പാടിനും ടൈപ്പ് റൈറ്റർ എന്നുള്ള മെഷീനും പാകത്തിൽ മലയാള ഭാഷയെ, അതിൻ്റെ ലിപി വ്യവസ്ഥയെ പുനഃസംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, അതുകൊണ്ട് അതുമാത്രമല്ല ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉന്നം, അതും ഒരു ഉന്നമാണ് വേണ്ടിയിട്ടാണ് ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതും അവർ ഈ ലിപി പരിഷ്കാരം എന്നുള്ള സംരംഭത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏർപ്പെട്ട് അവർ പുതിയ ലിപി കണ്ടെത്തി. അപ്പോൾ നമ്മൾ കുറേ കാലം ഉപയോഗിച്ച്, എന്നിട്ട് ഒരു ടൈപ്പ് റൈറ്ററും ഡിസൈൻ ചെയ്തു, അത് മാനുഫാക്ചർ ചെയ്തു. അങ്ങനെയാണ് 1983-ലാവുമ്പോഴേക്ക് 90 അക്ഷരങ്ങൾ മാത്രമുള്ള, അങ്ങനെ അഥവാ 90 അക്ഷരങ്ങളിലായി ചുരുക്കിയ ആധുനിക ടൈപ്പ് റൈറ്റർ ഉണ്ടാകും. അത് മുതൽക്കേ നമുക്ക് ഔദ്യോഗിക ഭാഷയുടെ ഒരു ചരിത്രം ആരംഭിക്കാൻ പറ്റുള്ളൂ. ആ സാങ്കേതികമായ ആ ഒരു
ഒരു വലിയ ചുവടുവെപ്പാണ് ഈ ടൈപ്പ് റൈറ്റർ എന്നുള്ളത്. കേരളത്തിലെ സ്വാതന്ത്ര്യാനന്തരം ഐക്യ കേരളത്തിൻ്റെ ആരംഭത്തിന് ശേഷം ഉണ്ടായ മലയാള ഭാഷയിലെ ഏറ്റവും വലിയ ഒരു വിപ്ലവം എന്ന് പറയുന്നത് ആധുനിക ടൈപ്പ് റൈറ്റർ നമ്മുടെ നാട്ടിലുണ്ടായി എന്നുള്ളതാണ്. അത് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതിനോട് ബന്ധപ്പെട്ട അതിൻ്റെ ആളുകൾക്കൂടും നമ്മൾ വളരെ നന്ദി പറയണം. അതല്ലെങ്കിൽ നമുക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാകുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഡോക്ടർ MP പരമേശ്വരനാണ് ഇതിൻ്റെ സാങ്കേതിക വിഭാഗത്തിൻ്റെ ചുമതല. ഞാൻ 1975 ഈ എഴുത്തുകാരനായ ചെറുകാടിൻ്റെ ഷഷ്ടിപൂർത്തി ഗംഭീരമായിട്ട് ആഘോഷിക്കണ്ടായി. വലിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നായനാരൊന്ന് ഉദ്ഘാടനം ചെയ്തു, P. ഗോവിന്ദപിള്ള, B. രാജീവൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ MP പരമേശ്വരൻ പ്രസംഗിച്ചു. ഈ നമ്മുടെ മലയാളത്തിലെ വാക്കുകളുണ്ടല്ലോ, വെർബുകൾ, ക്രിയകൾ, ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തു, അങ്ങനെയല്ലേ, വർക്ക് ചെയ്തു, ഇങ്ങനെ ഇതെന്തിനാ ഇങ്ങനെ ചെയ്തു എന്ന് എല്ലാ വാക്കിലോടും കൂടി ചേർക്കണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വർക്ക് ചെയ്തു എന്നുള്ളതിന് വർക്ക്, അതുപോലെ പോസ്റ്റ് ചെയ്തു എന്നുള്ളത് പോസ്റ്റ്, ഇങ്ങനെ പോരെ? അത് ഭയങ്കരമായിട്ടുള്ള ഒരു വിദ്വേഷ സമാനമായിട്ടുള്ള ഒരു എതിർപ്പിനും പരിഹാസത്തിനും നിഷേധത്തിനൊക്കെ വകവെച്ചു. അത് പക്ഷേ ഇപ്പോൾ ഇന്നോ ഈ ഫോണിൽ ഞാൻ പോസ്റ്റാന്നല്ലേ പറയുക, നീ പോസ്റ്റ് ചെയ്തത് ഞാൻ കണ്ടു അല്ലേ, അങ്ങനെയല്ലേ പറയുള്ളൂ. എല്ലാം അങ്ങനെ ഇംഗ്ലീഷിനെ മുഴുവൻ അന്ന് പ്രവചിച്ച പോലുള്ള വാക്കുകളാക്കിയിട്ടെന്ന് മാറ്റിയില്ലേ? അങ്ങനെ ഒരു സംഗതി വന്നില്ലേ മലയാളത്തിന്? 25 കൊല്ലോ 30 കൊല്ലോ കഴിഞ്ഞപ്പോഴേക്ക് ആ പ്രവചിച്ച രീതിയിൽ ഭാഷയുടെ ഘടന മാറി. അത്ഭുതം തോന്നും. ഇപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ അന്ന് ഒരു ഡോക്ടർ MP പരമേശ്വരൻ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം നിർദ്ദേശിച്ച വിധത്തിലാണ് ഭാഷയുടെ ഗതി മുന്നോട്ട് പോയത് എന്ന് വന്നില്ലേ? അപ്പോൾ ഈ തരത്തിലുള്ള ഭാഷയും വെർബിനെയൊക്കെ, വെർബാണ് നമുക്ക് ഏറ്റവും പ്രശ്നം. ചെയ്തു എന്ന് ചേർക്കണം എല്ലാ വെർബിനും. ഇംഗ്ലീഷിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചെയ്തു എന്നാക്കാം, ചെയ്തു എന്ന് കൂട്ടി, വർക്ക് ചെയ്തു, മറ്റേത് ചെയ്തു, പോസ്റ്റ് ചെയ്തു, ഇങ്ങനെ ആയിട്ട് നമുക്ക് ക്രിയാപദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനോടൊപ്പം തന്നെയാണ് ഈ ഭരണഭാഷ മലയാളമാക്കണം എന്നുള്ളതിന് ശക്തമായിട്ടുള്ള സമരങ്ങൾ പിന്നെ അവിടെ വരാൻ തുടങ്ങി. ഇപ്പോൾ ഉദാഹരണത്തിന് 1983 അന്ന് ഞാൻ മാതൃഭൂമിയില ജോലി ചെയ്യണം. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ലോനപ്പൻ നമ്പാടനാണ് അതിന് വലിയ മുൻകൈ എടുത്തത്. അത് DD പനവേലി എന്നുണ്ട് ഒരാൾ ഈ നിയമസഭയിൽ നോട്ടീസ് വിതരണം ചെയ്യും, മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത് അയാളെ 28 ദിവസത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് 28 ദിവസത്തെ തടവിന് വിധിച്ചു. അത് 10 ദിവസമാക്കി ചുരുക്കി 10 ദിവസം അയാൾ ഈ ഭാഷയ്ക്ക് വേണ്ടി പൂജപ്പുര ജയിലിൽ കിടന്നു. ലോനപ്പൻ നമ്പാടൻ ഇതുകൊണ്ടൊന്നും അടങ്ങിയില്ല. അദ്ദേഹം ഒരു സൈക്കിൾ യാത്ര, മലയാള ഭാഷ ഭരണഭാഷയാക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ള ആവശ്യത്തോടു കൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഒരു സംഘം ആളുകളെയും കൊണ്ട് സൈക്കിളിൽ കാസർഗോഡ് വരെ ചവിട്ടി പോവാം. ആലോചിച്ച് നോക്ക്, ഇന്ന് സംഭവിക്കുമോ? അങ്ങനെ ഒരു വലിയ സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചു. ആ സൈക്കിൾ യാത്രയിൽ തൃശ്ശൂരെത്തിയപ്പോൾ മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഇറങ്ങി വന്ന് ഇവരെ സൽക്കാരത്തോടുകൂടി ഉപചരിച്ചു. ഇത് വലിയ വാർത്തയായി. അങ്ങനെ കാസർഗോഡ് വരെ എത്തി. പക്ഷേ എന്നിട്ട് മാത്രമല്ല, ഇംഗ്ലീഷിലായിരുന്നു അന്ന് നിയമസഭയിൽ ബില്ലുകളൊക്കെ വരിക. അപ്പോൾ ഒരു നിയമസഭാ ബില്ലിൽ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് ലോനപ്പൻ നമ്പാടൻ കത്തിച്ചു. അതും വലിയ വാർത്തയായി. അങ്ങനെ ഈ ഭരണഭാഷ മലയാളമാക്കുന്നതിനുള്ള ഇങ്ങനെ നാനാമുഖമായിട്ടുള്ള ഏതൊക്കെയാ മുഖങ്ങൾ? ഒന്ന്, ഈ സാങ്കേതികമായിട്ടുള്ള ഇതിൻ്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കുക. 2, അതിനുള്ള ജനങ്ങളുടേതായ സമരങ്ങൾ നയിക്കുക. ഇങ്ങനെ പല മുഖത്തിലും ആളുകളുടെ അഭിപ്രായം സ്വരൂപിക്കുക. അങ്ങനെയാണ് ക്രമേണ ഇതൊരു ഔദ്യോഗിക ഭാഷ ആയിട്ട് മലയാളം വരണം എന്നുള്ള ബോധം ഉറയ്ക്കുന്നതും 90-കളുടെ ആകുമ്പോൾ മലയാളം ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ളത് ഒരുപാട് സാധാരണമായി. ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിപ്പിക്കും. അതിൻ്റെ ഹയറും ലോവറും ഒക്കെ പരീക്ഷകളുണ്ടായി.
ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷ മലയാളം KGTയുടെ പരീക്ഷ മലയാളം ടൈപ്പ് റൈറ്റിങ്ങും മലയാളം ഹയറും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. മലയാളം ടൈപ്പിസ്റ്റുകൾ എന്നുള്ള പോസ്റ്റ് മിക്കവാറും ഓഫീസുകളിലൊക്കെ ഉണ്ടായി. ഇപ്പം എൻ്റെ മനോരമയിൽ ആകുമ്പോൾ എൻ്റെ PA അയാൾ മലയാളം ടൈപ്പ് റൈറ്റിങ്ങും അതിൻ്റെ ഹയറും ഇതൊക്കെ പാസ്സായ ആളാണ്. അപ്പോൾ മലയാളത്തിൽ ഡിക്റ്റേഷൻ നടത്തി അത് ഷോർട്ട് ഹാൻഡിൽ എഴുതിയെടുക്കാം, അത് മറ്റേ ടൈപ്പ് ചെയ്ത് ഉടനെ കിട്ടും. അപ്പോൾ ഒരു ഔദ്യോഗിക ഭാഷ. പിന്നെ വരുന്നതാണ് അടുത്ത ഘട്ടം, കമ്പ്യൂട്ടറിൻ്റെ ഘട്ടം. അപ്പോൾ കമ്പ്യൂട്ടർ വന്നതോടുകൂടി അതിൻ്റെ ഓരോ ദശയും വന്നതോടുകൂടിയിട്ട് പല സോഫ്റ്റ്വെയറും വന്നതോടുകൂടി ഇപ്പോൾ രചന സോഫ്റ്റ്വെയറിനെയൊക്കെ പ്രത്യേകം എടുത്ത് പറയണം. അത് രചന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥനായ ഒരാൾ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാൾ, KH ഹുസൈൻ എന്ന് പറഞ്ഞ ആൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഫോണ്ടാണ്. അത് വന്നതോടുകൂടി ഏത് കൂട്ടക്ഷരവും എങ്ങനെ വന്നാലും യോജിപ്പിച്ചുണ്ടാക്കാമെന്നും കൂട്ടക്ഷരങ്ങൾ മലയാളത്തിൻ്റെ ഒരു ഭംഗിയാണെന്നും അതുകൊണ്ട് അതിനെ കളയല്ല, മുറിച്ച് ചന്ദ്രക്കല ചേർത്ത് വിഭജിക്കുകയല്ല വേണ്ടത്. ആ കൂട്ടക്ഷരങ്ങളുടെ ചിത്ര ഭംഗിയുണ്ടല്ലോ അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഭാഷയെ ആധുനികമാക്കുകയാണ് വേണ്ടത് എന്നും പൊതുവിൽ തീരുമാനമായി. യൂണിക്കോഡ് വന്നു. യൂണിക്കോഡ് കൂടി വന്നതോടുകൂടി നമ്മുടെ മലയാളം ടൈപ്പിംഗ് എന്നുള്ളത് ബുദ്ധിമുട്ടില്ലാതായി. അത് ഇൻ്റർനെറ്റിൽ അത് വന്നു. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർനെറ്റിൽ മെസ്സേജ് അടിക്കാം. മലയാളം ഇപ്പോൾ എവിടെയും മെസ്സേജ് അടിക്കാം. മലയാളത്തിൽ എല്ലാവർക്കും മെസ്സേജ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നോക്കൂ, മലയാളം അപ്പോൾ അതോടുകൂടി ഒഴുകി പരന്നു. ലോകമെങ്ങും മലയാളമുണ്ട്. അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്കും ഇവിടെ ഇരിക്കുന്ന ആൾക്കും മലയാളത്തിൽ മെസ്സേജ് ചെയ്യാം. അതിനൊപ്പം തന്നെ സെൽഫോൺ എന്നുള്ളത് സംഗതി വന്നു. ഇതൊക്കെ കൂടി വന്ന് മലയാളം ഒരു ലോകഭാഷ പോലെ അത്ര സുഖമായിട്ട് വിനിയോഗിക്കാവുന്നതും ഉപയോഗിക്കാവുന്നതും കൈകാര്യം ചെയ്യാവുന്നതുമായ ഒരു ഭാഷയായി മാറി. ഇതാണ് സ്വാതന്ത്ര്യാനന്തര ശേഷം എല്ലാ ഭാഷകളിലും സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു പരിതസ്ഥിതിയിലും ഈ സന്ദർഭത്തിലും ഈ പശ്ചാത്തലത്തിലുമാണ് നമ്മളും നമ്മുടെ ഭാഷയെ കാണേണ്ടത്. അപ്പോൾ ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ പറഞ്ഞു അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിദഗ്ധനായിട്ട് രാവിലെ ഒരു കോളേജ് പ്രൊഫസറാണ് സംസാരിക്കേണ്ടായി. അയാൾ പറഞ്ഞു, നിങ്ങളെ ഈ പ്രഭാഷണമൊക്കെ ഇപ്പോൾ ഇന്നത്തെ പ്രഭാഷണത്തിനെ പറ്റി പറയാം, കേൾക്കാൻ വല്ലവരും ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു, 40 വയസ്സിന് മുകളിലുള്ള ആൾ ധാരാളുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. 40 വയസ്സിന് താഴെയുള്ള ആളുണ്ടാവൂ എന്നെനിക്ക് അത്ര ഉറപ്പില്ല. നോക്കുമ്പോൾ 40 വയസ്സിന് താഴെയുള്ള ആൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താ അത് അങ്ങനെ പറയാൻ കാരണം? അയാൾ പറയണം, പുതിയ ആളുകൾക്കൊന്നും ഇതിൽ താല്പര്യമില്ല. ഇതെല്ലാവരും പറയുന്ന ഒരു എന്താ പറയേണ്ടത് ഒരു പല്ലവിയാണ്. പുതിയ കുട്ടികൾക്കൊന്നും ഇതിൽ താല്പര്യമില്ല. ഈ എന്താ പറയേണ്ടത് DPA ആയിരുന്ന ഷാനവാസ് IAS അദ്ദേഹം പറഞ്ഞു, 12ാം ക്ലാസ് പഠിച്ച വലിയ വിവാദമായി. +2 കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ എല്ലാ അക്ഷരങ്ങളും എഴുതാൻ അറിയുള്ളൂ. അതിൽ വാസ്തവം ഉണ്ട്, അത്യുക്തിയല്ല. ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്തായ NP വിജയകൃഷ്ണൻ, അദ്ദേഹം ഹയർ സെക്കൻഡറി അധ്യാപകൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് കുട്ടികളെ കൊണ്ട് എഴുതിച്ചപ്പോൾ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ സ്വാതന്ത്ര്യം എന്ന് എഴുതാൻ അറിയുള്ളൂ. ചിലർ സ്വാന്തം എന്നെഴുതി, ചിലർ സാന്ത എന്നെഴുതി. സ്വാതന്ത്ര്യം എന്നുള്ളത് എഴുതാൻ പൂർണ്ണമായിട്ട് ആ 3 അക്ഷരങ്ങളും കൃത്യമായിട്ട് എഴുതാൻ അറിയുന്ന കുട്ടികൾ 40 കുട്ടികളിൽ 5, 6, 7 കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഈ കാര്യം ഒരുപാട് ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയാൽ മതിയോ? എന്താണ് ഇവർക്ക് അക്ഷരങ്ങൾ എഴുതാനുള്ള ഒരു എന്താ പറയേണ്ട ബുദ്ധിമുട്ടോ? എന്താണ് അതിൻ്റെ തടസ്സം? ഇപ്പോൾ ഇംഗ്ലീഷിന് അത് പ്രശ്നമില്ലല്ലോ. ഇംഗ്ലീഷ് എല്ലാ കുട്ടികളും ABCD എഴുതി പഠിക്കും, അക്ഷരം പഠിക്കും. അപ്പോൾ അക്ഷരം പഠിക്കേണ്ടതില്ല എന്നുള്ള സിദ്ധാന്തം നേരത്തെ വന്നുണ്ട്. അക്ഷരം പഠിക്കേണ്ട, അക്ഷരങ്ങളിലൂടെ അല്ല ആശയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പല സിദ്ധാന്തങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി, നിങ്ങൾക്ക് ഡിക്ഷണറി നോക്കാൻ അറിയുമോ? അപ്പോൾ ഡിക്ഷണറി നോക്കാൻ പറ്റില്ല. കാരണം തീർത്ഥാടനം എന്നുള്ളൊരു വാക്ക് ഡിക്ഷണറി നോക്കണമെങ്കിൽ എവിടെ വരും? തീ എങ്ങനെ കഴിയും? പിന്നെയാണോ വരിക?
ഇത് കൃത്യമായിട്ട് അറിയണം. അക്ഷരങ്ങൾ മാത്രമല്ല, അതിൻ്റെ ആ ക്രമം കൂടി അറിയണം. എന്നാൽ മാത്രമേ അക്ഷരമാലാക്രമവും അതിലൂടെ ഈ ഡിക്ഷണറിയിൽ ഈ വാക്ക് എവിടെയാണ് എന്ന് കിടക്കുന്നതും ഒക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡിക്ഷണറി നോക്കില്ല, ഞങ്ങൾ ഓളം എന്നുള്ളതിലോ അല്ലെങ്കിൽ ഗൂഗിളോ അടിച്ചു നോക്കും, അപ്പോൾ അർത്ഥം കിട്ടും എന്നാണ് കുട്ടികളുടെ മറുപടി. പക്ഷേ അതിൽ ആ അർത്ഥം മാത്രമേ ഉള്ളൂ. ഡിക്ഷണറി തുറന്നാൽ ഇങ്ങനെ ഒരു വാക്ക് മാത്രമല്ല കാണുക, ഒരു 10-200 വാക്കുകൾ നമ്മൾ ഒരുമിച്ച് കാണും. ഈ വാക്ക് മാത്രമല്ല വായിക്കുക, അതിൻ്റെ തൊട്ടടുത്ത് വായിക്കും. തീർത്ഥം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വായിക്കും, തീർത്ഥാടനം എന്നുള്ളത് എങ്ങനെയാണ് വന്നെന്ന് വായിക്കും. അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ആ ഹിസ്റ്ററി കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഴയ വാക്കുകളിലേക്കും പണ്ട് ഇതിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരുന്ന വാക്കിലേക്കും ആ വാക്ക് എങ്ങനെ വന്നു എന്നുള്ളതിലേക്കും നമ്മൾ സഞ്ചരിക്കും. അപ്പോൾ അതൊക്കെ സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് അക്ഷരജ്ഞാനം വേണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. മാടശ്ശേരി മാധവ വാര്യർ എന്ന് പറഞ്ഞിട്ട് പണ്ട് വലിയൊരു സംസ്കൃത വിദ്വാനായിരുന്നു, ഈ ഹരിപ്പാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഹരിമാധവൻ എന്നൊരാൾ ബോംബെയിൽ ചാർട്ടേഡ് അക്കൗണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ബോംബെയിൽ അനവധി കാലം ചാർട്ടേഡ് അക്കൗണ്ടായിരുന്നു. തിരിച്ച് വന്നു, ഇവിടെ ഹരിപ്പാട് സെറ്റിൽ ചെയ്തു. അപ്പോൾ ഹരിപ്പാട് സെറ്റിൽ ചെയ്തപ്പോൾ അവിടുത്തെ സ്കൂളിലത്തെ കുട്ടികൾ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്തോ സ്കൂളിൻ്റെ ഒരു ആവശ്യത്തിനൊരു പിരിവിന് വന്നു. അപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരുത്തി. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ പൈസ കൊടുത്തു, സംഭാവന 1000 രൂപയോ എന്താ വെച്ചാൽ കൊടുത്തു. അപ്പോൾ അവർ റെസീറ്റ് എഴുതുന്നു. അപ്പോൾ സാറിൻ്റെ പേരെന്താ എന്ന് അവരിങ്ങോട്ട് ചോദിച്ചു. ഹരിമാധവൻ എന്ന് പറഞ്ഞു. പക്ഷേ അവർ എഴുതി തന്ന റെസീറ്റിൽ അരിമാധവൻ എന്നാണ്. ഹ എന്നുള്ള അക്ഷരം അവർക്ക് അറിയില്ല. ഹരിമാധവനെ അരിമാധവനായിട്ട് മാറ്റിയിട്ടാണ് ആ റെസീറ്റ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഞാൻ അക്ഷരം പ്രതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ഫോൺ ചെയ്തപ്പോൾ പറയുക, ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ സ്ഥിതി, ഇത് മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് പോരാ, ഈ കുട്ടികൾക്ക് മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും പഠിക്കുക തന്നെ വേണം. എന്തെങ്കിലും വഴിയുണ്ടോ ഇതിനെ ആകർഷകമാക്കിയിട്ട്, മലയാള ഭാഷ പഠനം ആകർഷകമാക്കാൻ എന്താണ് ചെയ്യുക? അപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയത്, ഞാൻ അദ്ദേഹത്തിനോട് ഇന്ന് രാവിലെ സംസാരിച്ച എൻ്റെ ഫ്രണ്ടിനോടൊക്കെ പറഞ്ഞു, ഇത് പറ്റും. കാരണം മറ്റെല്ലാ ഭാഷകളും ഇതുപോലെ പഠിക്കാച്ചാൽ മലയാളം പഠിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ആധുനിക സാങ്കേതിക വിദ്യയായിട്ട് അതിനെ കണക്ട് ചെയ്യുക മാത്രമേ വേണ്ടൂ. ഇപ്പം നമ്മൾക്ക് ഈ എഴുത്തിനിരുത്തില്ലേ, എഴുത്തിനിരുത്ത് ടാബിലാണെന്ന് വിചാരിക്കുക, മണലൊന്നല്ല, ഒരു ടാബിലാണ് എഴുത്തിനിരുത്തുക. എല്ലാ കുട്ടികളും ഭയങ്കര രസിച്ച് ഉല്ലസിച്ച് വന്ന് ഹാ ഹാ എന്നും എന്ത് കോപ്പറേറ്റീവ് വേണമെങ്കിൽ എഴുതും, ഒരു ബുദ്ധിമുട്ടില്ല ഇതിന്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റും ആ പ്രോസസ്സും അവരെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്, അവർക്ക് ഒരാവേശം വളർത്തുന്നുണ്ട് ഇല്ലേ? അത് തന്നെയാണ് അവരുടെ ആവേശം, ആ പ്രോസസ്സ് തന്നെയാണ് ആവേശം. അങ്ങനെ ഒരാധുനിക ചെപ്പിടി വിദ്യയായിട്ട് ഇവരുടെ പഠന പ്രക്രിയയെ കോർത്തിണക്കുകയാണെങ്കിൽ അവർ അക്ഷരം പഠിക്കില്ലേ? അപ്പോൾ അവർ സമ്മതിച്ചു, അത് ശരിയാണ്. എന്നാൽ നമുക്കിനി അടുത്ത കൊല്ലം മുതൽക്ക് എഴുത്തിനിരുത്ത് ടാബിലാക്കുക, വളരെ സൗകര്യം. ആന്ന് എഴുതി കഴിഞ്ഞാൽ ആന്നുള്ള അക്ഷരം തെളിയുക മാത്രമല്ല, ആ എന്നുള്ള ഉച്ചാരണം തെളിയുക കൂടിയും ചെയ്യും, ശബ്ദം. അപ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷമാവില്ലേ? ആ എന്ന് എഴുതുമ്പോൾ അത് എന്താ പറയുക, ഒരു ചിത്രമായിട്ട് ആന്ന് തെളിയും. അതിനോടൊപ്പം തന്നെ ആ എന്നുള്ള സ്പീക്കറിൽ ശബ്ദം വരും. നമ്മളൊന്നും ക്ലേശിക്കണ്ട, അത് ഒരു 100 വട്ടം ചെയ്യാൻ പറയാം. അപ്പോൾ കുട്ടികൾക്ക് ഉത്സാഹമാണ്. ഈ ടാബിലും മൊബൈലിലും ഒക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും കുട്ടികൾക്കതൊരു അത്ഭുതമുണ്ട്. ഈ അത്ഭുതം, ആവേശം, അതുപോലെ ഒരു ചാലഞ്ചുണ്ട് അതിൽ. അങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യയുമായിട്ട് ഈ ഭാഷാ പഠനത്തിനെ ബന്ധിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് നമുക്ക് ഇന്നുള്ള മുമ്പിലുള്ള ഒരു വെല്ലുവിളി. ഇത് മാത്രമല്ല, എല്ലാ ഭാഷയും പഠിപ്പിക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് ഇങ്ങനെ ഒരു അനവധി കാലം, ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്ന 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവിടെ സംസ്കൃതം വിദ്വാനായൊരു ഹെഡ് മാഷ് ഉണ്ടായിരുന്നു, കുട്ടികൃഷ്ണവാര്യർ മാഷെന്ന് പറയും. അദ്ദേഹമാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അപ്പോൾ അദ്ദേഹം സംസ്കൃതം പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ ഇംഗ്ലീഷും പഠിപ്പിക്കുക. വാട്ട് ഈസ് ദിസ്? ഇങ്ങനെയല്ല ഇംഗ്ലീഷ് പറയാമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സംസ്കൃതം എങ്ങനെയാണോ പഠിപ്പിക്കുക അതേപോലെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ചെയ്യുക.
അത് വലിയ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇത് കേട്ട് പഠിക്കുന്ന ഇംഗ്ലീഷ് ലെസൺസ് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. മൊബൈലിൽ കിട്ടാനുണ്ട്, ഇഷ്ടം പോലെ കാസറ്റ്സ് കിട്ടാനുണ്ട്. ഇപ്പോൾ മനോരമേനെ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ CD ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ CD അത്ര വർക്ക് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ധാരാളം പഠന പദ്ധതികൾ, ഓൺലൈനിലായിട്ടുള്ള പഠന പദ്ധതികളുണ്ട്, ക്ലാസ് റൂം പഠന പദ്ധതികളുണ്ട്. ഇതൊക്കെ ടെക്കിയാണ്. അപ്പോൾ ഈ ഒരു ടെക്കി ക്ലാസ് ആക്കി ഇതിനെ മാറ്റിയാൽ കുട്ടികളെല്ലാവരും ആവേശത്തോടും ആഹ്ലാദത്തോടും കൂടി ഈ ഭാഷാപഠനം നടത്തും. ഇതാണ് ഭാവിയിലേക്കുള്ള നമ്മുടെ വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ക്ലാസ് റൂമിലൊക്കെ കുട്ടികൾ വന്ന്, ഇപ്പോൾ മിക്ക ക്ലാസ് റൂമുകളും AC ആണല്ലോ. അപ്പോൾ AC ആണ്, അതിൽ സുഖമായിട്ടിരിക്കും. ഈ ടാബ് വെച്ചിട്ട് ഇത് ചെയ്യും. അതിൽ പല കളികൾ, എന്നിട്ട് അക്ഷരം കൊണ്ടുള്ള കളികൾ ഉണ്ടാക്കാം, ഡിസൈൻ ചെയ്യാം. അപ്പോൾ എന്ന് ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആനയാവണമെന്ന് നമുക്ക് കാണിക്കാം. ഇങ്ങനെ പല പരിപാടികളുണ്ട്. അങ്ങനെയുള്ള ഒരു ഡിസൈനിങ്ങും നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം, ഭാഷാ പഠനത്തിന് വേണ്ടി മാത്രം ആപ്പുകളും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി. അത് വളരെ പോസിറ്റീവായ ഒരു സാധ്യതയും കൂടിയാണ്. അല്ലാണ്ട് ഇതിനെ നിരാകരിച്ച് കുട്ടികൾ 2 വയസ്സാകുമ്പോൾ ഫോൺ എടുക്കുക, ഫോണൊന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയലല്ല. ഇതിനെ ഇവരുടെ പഠന പദ്ധതിയുടെ ആവേശവുമായിട്ട് കൂട്ടിച്ചേർത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്കുള്ള ശരിയായ പോംവഴി. അതല്ലെങ്കിൽ ഭാഷ മരിക്കും. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഈ കേരളത്തിൽ നിന്ന് കുട്ടികൾ മറുനാട്ടിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പഠിക്കാനുള്ള കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞുകൊണ്ട് വരിക. അപ്പോൾ മലയാളം പഠിച്ചിട്ട് എന്താ എന്നാ ചോദിക്കുക. പക്ഷെ മലയാളം പഠിച്ചിട്ട് എന്താണെന്ന് ചോദിക്കുകയല്ല, അതിനെ പല ഭാഷകളും, ഇപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ലോ, എല്ലാ ദിക്കിന്നും ആളുകൾ മൂവിയുണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഭാഷ പഠിക്കുന്നുമുണ്ട്. അപ്പോൾ അവരെ ആ കുട്ടിക്കാലത്ത് ആ ഭാഷ ഉറച്ചു പോകത്തക്ക വിധം മനസ്സിൽ അങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്യുക, എഴുതിയിടുക, കോറിയിടുക, അങ്ങനെ ചെയ്യുന്ന ഒരു പദ്ധതി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ടൈപ്പ് റൈറ്റർ വികസിപ്പിച്ച പോലെ ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനൊരു ആപ്പും ഇങ്ങനൊരു പ്രയോഗ പദ്ധതിയും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എന്നാലേ നമ്മളെ കുട്ടികൾ ഭാഷാ പഠനത്തിൽ ശ്രദ്ധിക്കുകയും ഭാഷാ പഠനം ആവേശകരമായ ഒരു അനുഭവമാക്കി തീർക്കുക. ഇത് ഈ ഭാഷയ്ക്ക് മാത്രമല്ല കേട്ടോ, ഇത് എല്ലാ പഠന പദ്ധതികൾക്കും ബാധകമാണ്. എല്ലാ പഠന പദ്ധതികൾക്കും ബാധകമാണ്. സയൻസ് പഠിക്കാൻ ഇത് ബാധകമാണ്, ഇംഗ്ലീഷ് പഠിക്കാൻ ഇതിന് ബാധകമാണ്, ഹിന്ദി പഠിക്കാൻ ഇത് ബാധകമാണ്. എല്ലാ പഠന പദ്ധതികളും കുട്ടികൾക്ക് എന്താണോ ആവേശം സൃഷ്ടിക്കുന്നത്, ത്രില്ല് സൃഷ്ടിക്കുന്നത്, ചാലഞ്ച് സൃഷ്ടിക്കുന്നത്, പസിൽ സൃഷ്ടിക്കുന്നത്, അവർ പ്രോബ്ലം സോൾവിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ മാറ്റിയെടുക്കാനുള്ളൊരു ആധുനിക വിദ്യാഭ്യാസ വീക്ഷണ വ്യത്യാസം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ മുമ്പിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള വഴി. ഇത് ഞാൻ പറയുന്നത് ഒരു സില്ലിയായ ഒരു നിർദ്ദേശമായിരിക്കാം, പക്ഷേ ഇത് അങ്ങനെ സില്ലിയല്ല, ഇത് പരീക്ഷിച്ച് നോക്കേണ്ടതാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ഈ ഒരു പോസിറ്റീവ് നിർദ്ദേശം വയ്ക്കുന്നതിനോടൊപ്പം തന്നെ വേറെ ചില്ലറ പ്രശ്നങ്ങൾ ഭാഷാ പ്രയോഗത്തിൽ ഉള്ളതും ഞാൻ ഉദാഹരിക്കാം. അത് നിങ്ങൾക്ക് വിമർശനാത്മകമായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ചില സർക്കുലറുകളാണ് ഇതിൽ വലിയ പ്രശ്നം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഈ കഴിഞ്ഞ ഒക്ടോബർ 1 ഇപ്പോൾ ഒക്ടോബറായി, ഇതിന് മുമ്പത്തെ ഒക്ടോബറിൽ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കേണ്ടി വന്നു ഇല്ലേ? ആ ലഹരി വിരുദ്ധ, ഇനി ഇത് അക്ഷരം പഠിപ്പിൻ്റെ ഒന്നല്ല, ഭാഷാ ഉപയോഗത്തിൻ്റെ. അപ്പോൾ അന്ന് സർക്കാർ ഒരു സർക്കുലർ ഇറക്കി. ഈ ഒരു പ്രതിജ്ഞയാണ് സർക്കുലർ. ആ പ്രതിജ്ഞ എല്ലാ കുട്ടികളെ കൊണ്ടും ചെല്ലിക്കണം. അപ്പോൾ ആ പ്രതിജ്ഞയിലത്തെ ഭാഷ അത് തെറ്റായിട്ടല്ല, അത് ആ കുട്ടികൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതാണോ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. മയക്കുമരുന്ന് ഉൾപ്പെടെ, ഈ മയക്കുമരുന്ന് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. മയക്കാനുള്ളത് മരുന്നല്ല. മയക്കുമരുന്ന് എന്ന് പറയുന്നത് മയക്കു പദാർത്ഥമാണ്, ലഹരി പദാർത്ഥമാണ്. ലഹരി മരുന്ന് എന്ന് ഉപയോഗിക്കുന്നത് എന്തുമാത്രം തെറ്റാന്ന് നിങ്ങളൊന്ന് ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. ലഹരി ഒരു മരുന്നല്ല.
ലഹരി മരുന്ന് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ തെറ്റായൊരു സന്ദേശമാണ് അതിൽ ഉൾക്കൊള്ളിക്കുന്നത്. ലഹരി ഒരു മരുന്നുമല്ല, ഒന്നിനും മരുന്നല്ല. ലഹരി മരുന്ന് എന്ന് നമ്മൾ പക്ഷെ പറയും ചെയ്യും. ലഹരി പദാർത്ഥം എന്ന് പറഞ്ഞാൽ ലഹരി വസ്തു എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ മയക്കുമരുന്നുകൾ ഇത് മറ്റേ ഇവിടുത്തെയോ PRDയിലത്തെയോ ഒക്കെ ഉദ്യോഗസ്ഥന്മാരാവും. ഞാൻ അവർ വ്യക്തിപരമായിട്ട് കുറ്റം പറയാമെന്ന് വിമർശിക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ ഒരു ഭാഷാ നിരീക്ഷണം പറയുക എന്ന് മാത്രമുള്ള അനോണിമസ് ടെക്സ്റ്റാണ്. അപ്പോൾ മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. മാരക വിപത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ആ കുട്ടികൾക്ക് ആർക്കും അറിയില്ല. ഇത് 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ്സിലെ കുട്ടികളാണ്. മാരക വിപത്ത് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് അർത്ഥം അറിയില്ല. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡിൽ ഉള്ള ഒരു സർക്കുലർ അയച്ചാലല്ലേ ഈ മാരക വിപത്ത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇത് വലിയ വിപത്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ ആപത്താണ് എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ ഈ എഴുതി കൊടുക്കുന്ന സർക്കുലർ ആരെയാണോ അഡ്രസ്സ് ചെയ്യണത് അവർക്ക് മനസ്സിലാവുക എന്നൊരു ദൗത്യം വേണ്ടേ, ഒരു ധർമ്മം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു മനസ്സിലാവാത്ത അംശമുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ട ആ മിഥുൻ ചക്രവർത്തി അനുഭവിച്ച അതേ വിഷമമായിരിക്കും ആളുകൾ അനുഭവിക്കുക. അതാണ് വിഷമം. അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഷ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതായിരുന്നു മിഥുൻ ചക്രവർത്തിയുടെ കഥാപാത്രം അനുഭവിച്ച വേദന. അയാൾ നമ്മളെ തൂക്കാൻ വിധിക്കുകയാണ്, പക്ഷെ അത് മനസ്സിലാവുന്നില്ല. അതുപോലെ നമുക്ക് എതിരായ കാര്യമായിരിക്കും, നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ സുതാര്യമായിട്ടുള്ള ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അന്യോന്യ സമ്പർക്കം അത് ഭാഷയിൽ കൂടെ നടക്കുള്ളൂ. അത് സുതാര്യവും എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതുമാക്കി മാറ്റുക എന്നുള്ളതല്ലേ നമ്മുടെ ജോലി. അങ്ങനെയാണെങ്കിൽ ഈ വാക്കുകൾ അങ്ങനെ പറ്റൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് പറഞ്ഞത്. മാരക വിപത്ത് എന്നുള്ളത് കുട്ടികൾക്ക് പഠിപ്പിച്ച ഈ ലഹരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത അധ്യാപകൻ നിന്ന് തെളിവെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് അധ്യാപകരോട് ഞാൻ ചോദിച്ചു, ഇത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ? SLC പഠിക്കുന്ന കുട്ടികൾക്ക് പോലും എല്ലാവർക്കും മനസ്സിലാവില്ല അർത്ഥം. പിന്നെയോ നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും അത് ആ വാക്ക് എല്ലാവർക്കും മനസ്സിലാവും. യുവജനങ്ങളും അത് മനസ്സിലാവും. ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതെ, ആ പ്രതിജ്ഞ കരാളഹസ്തങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തു. അത് കരാളഹസ്തങ്ങൾ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാവില്ല കുട്ടികൾക്ക്. അപ്പം ഈ കരാളഹസ്തം എന്നുള്ളത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലാവോ ഇല്ലയോ എന്നാലോചിക്കേണ്ടതല്ലേ? ആണോ? നിങ്ങൾ പറയേ, നിങ്ങൾ ഇല്ലെങ്കിൽ ആലോചിക്കുകയെങ്കിലും ചെയ്യും. ഇങ്ങനത്തെ ഒരു വാക്ക് അതിൽ തിരികെ കയറ്റിക്കൊണ്ട് എന്താണ് മെച്ചം? അതിന് വേറെ എന്തെങ്കിലും ബദൽ വാക്കുകൾ കണ്ടെത്തേണ്ടതല്ലേ? ഇത് സാധാരണ പത്രപ്രവർത്തനത്തിൽ കോപ്പി റൈറ്റിങ്ങിൽ പറയുന്ന ആദ്യത്തെ പ്രിൻസിപ്പിൾസിലൊന്നാണ്. നിങ്ങൾ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അത്തരം ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് കൂടി ഗ്രഹിക്കാവുന്ന വാക്കുകളെ അതിലുപയോഗിക്കാവൂ. നമുക്കറിയാവുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാക്കുകൾ എഴുതുക, നമ്മൾ അങ്ങത്രയും ബുദ്ധിമുട്ട് ഉള്ള വാക്കുകൾ ഉപയോഗിച്ച് ആളുകളെ സംഭ്രമിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശം. ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് സംരക്ഷിക്കും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണ് പ്രതിജ്ഞ. പക്ഷേ ആ പ്രതിജ്ഞയിൽ ഒരു സെൻറ്റൻസ് കൂടിയില്ല. അത് കൺസെപ്ച്വൽ ആയിട്ടുള്ളതാണ്. കൺസെപ്റ്റ് എന്ന ആശയപരമായ തലത്തിലാണ്. ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരി മുക്ത കേരളം പടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കും എന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. ഈ ജീവിതമാണ് ലഹരി എന്ന ആശയം അത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു 12 വയസ്സുള്ള കുട്ടിക്ക്, ഇല്ല 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവാൻ എനിക്ക് തോന്നുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാശയമാണ്. ജീവിതം ഒരു ലഹരിയാണ്, ചിലർക്കത്. പക്ഷേ ഈ ജീവിതമാണ് ലഹരി എന്നുള്ള ആശയം അതെങ്ങനെ കുട്ടികൾക്ക് ഒരു കൺസെപ്ച്വൽ ലെവലിൽ അത് മനസ്സിലാവും എന്നുള്ളത് ഞങ്ങൾ ഈ പ്രതിജ്ഞ വെച്ചിട്ട് തന്നെ ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തി. ഞാൻ അതിൽ ഈ ഭാഷയുടെ
ഒരു താല്പര്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രം പങ്കെടുത്താൽ ഇത് ഞാൻ അക്ഷരം പ്രതിയിൽ എഴുതിയതുമാണ്. ഈ ലഹരി ഇതെങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇല്ലെങ്കിൽ കൺസെപ്ച്വലായിട്ട് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുള്ള, എല്ലാവർക്കും സങ്കല്പിക്കാൻ പറ്റില്ല ജീവിതമാകുന്ന ലഹരി. അതാണ് മറ്റേ ലഹരിക്ക് പകരം വെക്കേണ്ടത്. ഇതാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ആലോചിക്കാൻ എത്രമാത്രം കുട്ടികൾക്ക്, എത്ര ശതമാനം കുട്ടികൾക്ക് പറ്റും? ഇത് എല്ലാ കുട്ടികൾക്കും തിരിച്ചറിയേണ്ടതും പറയേണ്ടതായ ഒരു കാര്യമാണ്. പക്ഷേ അത് സാധിക്കുമോ? അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു സർക്കുലർ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് ദഹിക്കാവുന്നതും അവർക്ക് ഗ്രഹിക്കാവുന്നതും അവർക്ക് ഉൾച്ചേർക്കാവുന്നതുമായ വാക്കുകൾ വേണം അതിൽ ഉൾപ്പെടുത്താൻ. ഇത് അഡ്മിനിസ്ട്രേഷനും ജനങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രധാനമായ തത്വമാണ്. തീർച്ചയായിട്ടും ആണ്. അപ്പോൾ അങ്ങനെ അതിൽ ലാളിത്യമൊന്നും അങ്ങനെയല്ല പറയേണ്ടത്, ഉചിതമായിട്ട് വേണം അത് വിനിയോഗിക്കാൻ. ഇനി അത് പോരായിട്ട് ഈ സർക്കാരിൻ്റെ ചില കോയിനേജുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാങ്കിൻ്റെ പരസ്യം, ബാങ്കുകാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അദാലത്ത് നടത്തുക. അദാലത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, കോടതി, സാക്ഷാൽ കോടതിയല്ല, തർക്കം കൊണ്ടും ചർച്ച കൊണ്ടും പരിഹരിക്കാവുന്ന, വിധിയിലെത്താവുന്ന, അഭിപ്രായ ഐക്യത്തിലെത്താവുന്ന ഒരു സാധനമാണ് അദാലത്ത്. അതിൽ കിട്ടാക്കടങ്ങളെ എഴുതി തള്ളാവുന്ന സംബന്ധിച്ചൊരു വിധിക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പേരെന്താ അറിയോ? ചെറുകിട വ്യക്തിഗത നിഷ്ക്രിയ വായ്പാ ആസ്തി അദാലത്ത്. എന്തൊരു ബുദ്ധിമുട്ടാണ്! ചെറുകിട വ്യക്തിഗത നിഷ്ക്രിയ വായ്പാ ആസ്തി അദാലത്ത്. ഈ ബോർഡ് ഇത് വലിയ ബാനറിൽ ഇങ്ക് ഉപയോഗിച്ച് എഴുതി കെട്ടിത്തൂക്കിയ ബാനറാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക ഇതെന്തിനുള്ളതാണ്? നിഷ്ക്രിയ ആസ്തി എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണഗതിയിൽ ആർക്കും മനസ്സിലാവില്ല. കിട്ടാക്കടം സംബന്ധിച്ച ചർച്ചകൾക്കായിട്ടുള്ള ഇത്രേ വേണ്ടൂ. അത് അദാലത്ത്. കിട്ടാക്കടം സംബന്ധിച്ച അദാലത്തിനായി കഴിഞ്ഞാലോ എന്നാൽ കൂടുതൽ വ്യക്തമായി. അങ്ങനെ ഒരു വാക്ക് കോയിൻ ചെയ്യാൻ ഇവർക്ക് എന്തുകൊണ്ടാണ്? ഇനി അതിനെ അനുകരിച്ചുകൊണ്ട് വേറെ വാഹന പ്രചരണ ജാഥയുടെ മുദ്രാവാക്യം കേൾക്കണോ? ഇതിനേക്കാളൊക്കെ തമാശയാണ്. സമഗ്ര മദ്യേതര ലഹരി വിരുദ്ധ പ്രബോധന പ്രക്ഷോഭണാഹ്വാന വാഹന ജാഥ. ഇതൊരു ജീപ്പിൻ്റെ മുകളിൽ എഴുതാൻ തന്നെ പറ്റില്ല. സമഗ്ര മദ്യേതര ലഹരി വിരുദ്ധ പ്രബോധന പ്രക്ഷോഭണാഹ്വാന വാഹനജാഥ. ഇങ്ങനെ വാക്ക് കോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ വൈദഗ്ധ്യം ചില്ലറയല്ല, ഭയങ്കരമല്ലേ അത്? ഇങ്ങനെയുള്ള വിചിത്രമായ കോയിനേജുകൾ ഇതൊക്കെ സർക്കാരിൽ നിന്നും കടന്നു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? സർക്കാരിൻ്റെ പല സർക്കുലറിലും ഇങ്ങനെയുണ്ട്. ഞാൻ പത്രത്തിൽ വന്നൊരു വാർത്ത വായിക്കാം. ഒരു പ്രത്യേക റിസർച്ച് പ്രോജക്റ്റിന് ആളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അത് PRDന്നോ വനം വകുപ്പ് എന്നാണ് അത് എഴുതി കൊടുത്തിട്ടുള്ളത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ, അത് കുഴപ്പമില്ല, കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 1 വർഷം വരെ കാലാവധിയുള്ള, അതുകൊണ്ടും കുഴപ്പമില്ല, ഡെമോഗ്രാഫിക് സർവേ ആൻഡ് restoration of 2 endangered variants of the Daru Harindra berberis എന്നാ പിന്നെ അതിൻ്റെ പേരുണ്ട്, ആൻഡ് കോസ്റ്റീനിയം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അത് ഇൻ വെസ്റ്റേൺ ഗട്ട്സ് എന്ന ഗവേഷണ പദ്ധതി. ഇതൊക്കെ ഇങ്ങനെ പത്രത്തിൽ അച്ചടിച്ച് വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് നമ്മൾ ചെയ്യുക? ഒരു പത്രത്തിൽ അച്ചടിച്ച് വന്നതിൻ്റെ കോപ്പി അത്. അപ്പോൾ ഇങ്ങനെ ഇത് വായനയെ ദുർഗ്രഹമാക്കുന്നു. ആ വകുപ്പായിട്ട് ആളുകളുടെ ബന്ധം അറ്റുപോകുന്നു. എന്നാൽ ഇങ്ങനെ അതീവ ദുർഗ്രഹമായിട്ടുള്ള സർക്കാർ ഭാഷ, അത് സർക്കാർ അടിയന്തരമായിട്ട് അത് വർക്ക്ഷോപ്പ് വെച്ചോ ഒക്കെ ഒന്ന് തീർക്കേണ്ടതാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. തീർച്ചയായും ഇങ്ങനത്തെ മലയാളം എഴുതരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ ചെയ്യാവുന്നത് ഒരു മര്യാദയ്ക്ക് ഒരു കോപ്പി എഡിറ്റർ വയ്ക്കുക.
ഇവിടുന്ന് പോകുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകുന്നതും ഈ കോപ്പി എഡിറ്ററുടെ കമ്പ്യൂട്ടറിൽ കൂടെ പോകാവും. അയാൾ അത് ക്ലീൻ കോപ്പി ആക്കിയിട്ട്, ക്ലീൻ കോപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും തെറ്റുകളൊക്കെ ഒന്നും ഇല്ലാത്ത ഒറ്റ വിൻഡോ കൂടെ പോകാവും. അങ്ങനെ ചെയ്താൽ ഇത് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ആവും. അപ്പോൾ ജനങ്ങളുമായിട്ട്, അതാണല്ലോ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ പബ്ലിക്കുമായിട്ട് ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ എത്ര സ്മൂത്താവണോ, എത്ര ഇൻഫർമേഷൻ അത് ആവണോ, അത് അത്ര വൃത്തിയായിട്ട് ചെയ്യാൻ. ഇനി വേറെ മറ്റേ ഇതിനേക്കാൾ ഭീകരമായി വായിക്കണോ, വായിച്ച് കരയും, അത് വേണ്ട. വളരെ കൺഫ്യൂസിങ് ആണ് അത്. കുറച്ച് വായിക്കാം. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കാൻ കാലതാമസം വരുന്ന സാഹചര്യത്തിൽ കാലതാമസം ഒഴിവാക്കുന്നതിനായി മാപ്പ് ക്ഷമ ചോദിക്കുന്നു എന്നുള്ള സംഗതിയെ യഥാസമയം അപേക്ഷ സമർപ്പിക്കുന്ന അതിലുണ്ടായ കാലതാമസം ക്ഷമിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നതിലുപരിയായി ഗുരുതരമായ കുറ്റം അപരാധം എന്ന അർത്ഥതലമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാലതാമസം മാപ്പാക്കുന്നതിന് പകരം കാലതാമസം പരിഗണിക്കാതെ അപേക്ഷയിൽ തീരുമാനമെടുക്കേണ്ടതാണ് എന്ന് ഉപയോഗിക്കേണ്ടതാണ്. ഇത് നിർദ്ദേശ. ഇത് ഈ സെൻറ്റൻസ് വായിച്ചാൽ നിങ്ങളൊക്കെ ഇത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുക? വെറുതെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇത് ഇങ്ങനെ ഒരു സർക്കുലർ, ഇത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് ഒരു മേലുദ്യോഗസ്ഥൻ അയച്ച ഒരു കറക്ഷൻ ലെറ്ററാണ്. ഇങ്ങനെ തെറ്റ മാപ്പെന്നൊന്നും പറയണ്ട, നേരെ മറിച്ച് അത് പരിഗണിക്കണം, ഇതിങ്ങനെയുള്ള അർത്ഥം. അത് ഇത്രയും സങ്കീർണമായിട്ടുള്ളൊരു വാക്യമാക്കി മാറ്റി ദുർഗ്രഹമാക്കി ഇത് വായിക്കുന്ന ജൂനിയർ ഓഫീസർക്ക് ഇതെന്താ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. അയാൾ അത് എടുത്തിട്ട് മറ്റേ മേലുദ്യോഗസ്ഥൻ്റെ ഉള്ളിലേക്ക് പോകും. ഇങ്ങനെ സങ്കീർണമാക്കിയിട്ട് മാറ്റുന്ന പ്രക്രിയ ഇത് നമ്മുടെ ഭാഷയെ വിരസമാക്കും, ഒരു കൗതുകമില്ലാത്താക്കും, ഈ ജോലി ഇത് വായിക്കാനും മടുക്കും. ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇനി വേറെ സംഗതി. അപ്പോൾ എന്നോട് സ്കൂളിൽ, ഞങ്ങൾ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ശ്രീകൃഷ്ണപുരത്ത്. അപ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചു, ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഒരു മാഷക്ക് സംശയം, സെക്കൻഡറി ആണോ സാറേ? അല്ല, സെക്കൻഡറി എന്ന് എഴുതാലോ, പിന്നെ സെക്കൻഡറി അതും എഴുതാലോ, ഈ മൂന്നും എഴുതാലോ. അപ്പോൾ ഏതാ നമ്മൾ കൊടുക്കേണ്ടത്? ഭയങ്കര തർക്കമായി. അപ്പോൾ ഒരാൾ പറഞ്ഞു, അത് ഗവൺമെൻറ്റിന് പറയട്ടെ. അപ്പോഴാണ് മെയ് 8 ഒരു സർക്കുലർ വരുന്നത്, പരീക്ഷ നടത്തിപ്പിൻ്റെ നീട്ടിവെപ്പ് സംബന്ധിച്ചിട്ടുള്ള സർക്കുലറാണ്. അതിൽ ആ സർക്കുലർ ഈ മൂന്നും എഴുതിയിട്ടുണ്ട്. ഈ മൂന്നും ഒരു സർക്കുലറുണ്ട്, ഇവനെന്ത് ചെയ്യാനാ? അപ്പോൾ ഗവൺമെൻറ്റിന് ചെയ്യാം. എന്താണ് ശൈലി, ഇന്ന് തെറ്റാ ശരിയാന്ന് പറയണ്ട, നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് എന്ന് തീരുമാനിക്കാമല്ലോ. ഇത് ഇന്ന സെക്കൻഡറി അല്ലെങ്കിൽ സെക്കൻഡറി എന്താ, അത് ഓപ്ഷനിലാണ്. ഏതെങ്കിലും ഒന്ന് നമ്മളെടുത്ത് തീരുമാനിച്ച് അതാണ് ഇവിടുത്തെ നോം എന്ന് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലേ, ഇങ്ങനത്തെ പലവിധ ലിപിവിന്യാസങ്ങളും സാധ്യമായിട്ടുള്ള വാക്കുകൾക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. ഗവൺമെൻറ്റിന് അതിന് വകുപ്പുണ്ട്, ഔദ്യോഗിക ഭാഷാ വകുപ്പുണ്ട്. അങ്ങനെ തീരുമാനിച്ചാൽ എന്തായിരിക്കും, എത്ര ഗുണമായിരിക്കും? ഇപ്പോൾ ഔദ്യോഗിക ഈ ഭാഷാ വകുപ്പിൻ്റെ ഭരണഭാഷാ വകുപ്പിൻ്റെ കീഴിൽ നല്ലൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, മലയാളത്തിൻ്റെ എഴുത്ത് രീതി. അത് തയ്യാറാക്കിയ എല്ലാ ആളുകൾക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതിൽ ഒരുപാട് വാക്കുകൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ ഭംഗിയായി. പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇത് പറയേ ചെയ്യുള്ളൂ. ഇതിൽ പത്ര സ്ഥാപനങ്ങൾ ഇൻവോൾവാണ്, പുസ്തക പ്രസാധനശാലകൾ ഇൻവോൾവാണ്, മറ്റേ ഏത് അച്ചടിശാലക്കാരനും കുന്നംകുളം പ്രസ്സും ഇൻവോൾവാണ്, ഏത് നോട്ടീസ് അടിക്കുന്ന ആളും ഏത് DTPക്കാരനും ഇൻവോൾവാണ്. അപ്പോൾ ഇത് എങ്ങനെ യൂണിഫോം ആക്കുക? അപ്പോഴാണ് സ്പെൽ ചെക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇംഗ്ലീഷിലുണ്ട്. സ്പെൽ ചെക്ക്, അതായത് പാർട്ടി എന്നുള്ളതിന് PARTY എന്നല്ലാതെ PARTI എന്നടിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു അടിയിൽ ഒരു റെഡ് ലൈൻ വരും. അങ്ങനെ ഒരു സ്പെൽ ചെക്ക് സംവിധാനം നമുക്ക് കൊണ്ടുവന്നുകൂടെ? അപ്പോൾ എന്ത് വേണം? അത് വളരെ വിപുലമായൊരു പദ്ധതിയാണ്,
വളരെ വിപുലമായ പദ്ധതിയാണ്. അതിന് എല്ലാവരുടെയും സ്റ്റൈൽ ബുക്ക് കളക്ട് ചെയ്യണം, എന്നിട്ട് കൺസെൻസ് ഏകാഭിപ്രായം ഉണ്ടാക്കണം. ഇതിലിപ്പോൾ അങ്കണവാടി മൂന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഗവൺമെൻറ് സ്വീകരിക്കണം, അതൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇന്നതാണ് അങ്കണവാടിയാണ് നമ്മൾ സ്വീകരിക്കണം. ശരി, അങ്കണവാടി വേണ്ട, മറ്റൊന്ന് പക്ഷേ അതൊക്കെ വന്നിട്ടും പാലക്കാട്ട് നിന്ന് ഇറങ്ങുന്ന ഈ പുസ്തകം വന്ന ശേഷവും പാലക്കാട്ട് നിന്ന് ഇറങ്ങുന്ന PRയുടെ റിലീസിൽ ഒക്കെ ഒരു ജമ്പിളാണ്. ഇതൊന്നും അവർ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഔദ്യോഗിക ഭാഷാ വകുപ്പ് ഇറക്കുന്ന പുസ്തകത്തിന് അത് മറ്റു വകുപ്പുകാർക്ക് അത് അറിഞ്ഞേ കൂടാ. ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുള്ളൂ, ഇങ്ങനെ ഒരു നോമുണ്ടെന്നോ മറ്റ് വിഭാഗക്കാർക്ക് അത് അറിഞ്ഞേ കൂടാ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വകുപ്പ് തമ്മിൽ തന്നെ ഉള്ളൊരു കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും വേണ്ടേ? അതില്ല. അപ്പോൾ അങ്ങനെ ചില വിമർശനങ്ങൾ ഞാൻ ഉന്നയിക്കുകയാണ് നിർദ്ദേശങ്ങളോടൊപ്പം. ഈ ആഭ്യന്തരമായ ഈ സർക്കാർ വകുപ്പിൻ്റെ ആഭ്യന്തരമായ വകുപ്പുകൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ എല്ലാവരും ഈ പല പത്രങ്ങൾക്കും പല സ്റ്റൈൽ ഷീറ്റാണ്. ചിലർ പോലീസിന് എഴുതും, ചിലർ പോലീസിന് എഴുതും, ചിലർ ഫെബ്രുവരിന്ന് എഴുതും, മറ്റൊരാൾ ഫെബ്രുവരിന്ന് എഴുതും. ഇതിന് ഇതില്ല, ഏകോപനമില്ല. കാരണം അതാണ് ശരിയെന്ന് അവർ പറയണു. ലിപി വിന്യാസത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇംഗ്ലീഷ് സ്പെല്ലിങ് പോലെ നമുക്കൊരു ദൃഢമില്ല. അപ്പോൾ ദൃഢമുണ്ടാവുന്ന നിങ്ങൾക്ക് കണ്ട ഡിക്ഷണറി ഒരു സഹായക ഗ്രന്ഥമാണ്. ഡിക്ഷണറിയിൽ എന്ത് പറയുന്നു അത് കൊടുക്കുക. ഡിക്ഷണറികൾ തന്നെ ഈ മാനക ഭാഷ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡായ ഭാഷ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, നിലനിർത്തുക എന്നുള്ളതാണ് ഡിക്ഷണറിയുടെ ഒരു ഉദ്ദേശം. എങ്ങനെ സ്പെല്ലിങ് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, ആ ഡിക്ഷണറിയിൽ കൊടുത്ത സ്പെല്ലിങ് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോന്നിനും ഒരു ഡിക്ഷണറി, ആ ഡിക്ഷണറിയിൽ ഇത് ഇന്നതാണ്, ഇതേ എഴുതാവൂ എന്നുള്ള മട്ടിൽ ഒരു കൺസെൻസസ് എല്ലാ വിധത്തിലുള്ള പ്രസാധനം ഇത് അച്ചടിക്കുന്ന അവരുടെയും കമ്പ്യൂട്ടറിൽ ഇത് കയറ്റിയാൽ മതി. ഈ സോഫ്റ്റ്വെയറെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും ഇതിലെങ്ങനെ അടിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ റെഡ് ലൈൻ വീഴും എന്നുള്ള മട്ടിൽ ഒരു അഖില കേരള അല്ലെങ്കിൽ മലയാളത്തിന് പൊതുവായിട്ടുള്ള ഒരു ലിപി വിന്യാസ രീതി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ശ്രമകരമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ശ്രമിക്കാൻ പറ്റിയല്ലോ. ഇംഗ്ലീഷിൽ ഇപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ് എന്താണെന്ന് നമ്മളൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ കേരള മലയാളം എന്ന് പറഞ്ഞിട്ട് മലയാളം ഉണ്ടോ? കേരള മലയാളം വേണ്ടേ? കേരള മലയാളം വേണമെങ്കിൽ ഇങ്ങനെ അത് കമ്പ്യൂട്ടറിൽ കൂടെ ഇപ്പോൾ സാധിക്കും. അതിനുള്ള സാങ്കേതികമായ ജ്ഞാനമുള്ള എത്രയോ എൻജിനീയർമാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഹുസൈൻ ഒരു ലോക്കൽ എൻജിനീയറാണ്. അയാളാണ് ഈ രചന മറ്റേ ഫോണ്ട് വികസിപ്പിച്ചതും അത് വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ തുടങ്ങിയതും. അതാണ് യൂണിക്കോഡ് ഉണ്ടാക്കുന്നതിലും മലയാളം യൂണിക്കോഡിലേക്ക് ചേർക്കുന്നതിലൊക്കെ അയാൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക, അങ്ങനെ ഭാഷയെ കുറച്ച് മെച്ചപ്പെടുത്തുക, ആ ഭാഷയെ ആസ്വാദ്യമാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് ആസ്വാദ്യമാക്കിയിട്ട് മാറ്റാൻ കഴിയുക. കുട്ടികൾ ഈ ടെക്ക് ആക്കി അത് മാറ്റിയാൽ അവരെന്തും ആസ്വദിക്കും, വിടാതെ പിടികൂടും. അതിൽ കളികളുണ്ടാക്കാം. എഴുത്തിനിരുത്തെന്നുള്ളത് നല്ല ഉഗ്രം കളികളാക്കി മാറ്റാം. എന്ന് പറയുമ്പോഴേക്ക് ആനയുടെ ശബ്ദം വരും, ആനയുടെ ചിഹ്നം വരും, ആനയുടെ ചിത്രം വരും, അത് ഉപയോഗിച്ച് കളികൾ വരും. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ എഴുത്ത് വിദ്യ, അക്ഷരവിദ്യ എന്നുള്ളത് വളരെ ഗംഭീരമായൊരു ഉത്സവം ആയി മാറും. എഴുത്തുത്സവമായിട്ട് മാറും, അറിവുത്സവമായിട്ട് മാറും, വായന ഉത്സവമായിട്ട് മാറും, കേൾക്കൽ ഒരു ഉത്സവമായിട്ട് മാറും. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ ആനന്ദമയമാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ വിഷയങ്ങളിൽ കുട്ടികളുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്താനും അത് ഉറപ്പിക്കാനും ഒക്കെയുള്ള ഏക വഴി. അല്ലാണ്ട് ചൂരലും ചോക്കുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ഓടും. ക്ഷ വരപ്പിക്കുന്ന പറയില്ലേ, ക്ഷ വരപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ നിൽക്കില്ല. അങ്ങനെ ഒരു നൂതനമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമ്മൾ ഇത് സമീപിച്ചാൽ ഈ മാനക ഭാഷയൊക്കെ അതിനടിസ്ഥാനപരമായിട്ടൊരു എന്താ പറയുക സോഫ്റ്റ്വെയറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പറ്റും. പിന്നെ മാനക ഭാഷയ്ക്കുള്ള ഒരു വലിയ സൗകര്യത്തെ പണ്ട് ഓരോ നാട്ടിലും കുട്ടനാട്ടിലൊരു മലയാളം, കൊല്ലത്ത് ഒരു മലയാളം, കന്യാകുമാരിയിൽ വേറെ മലയാളം,
ഒറ്റപ്പാലത്ത് വേറൊരു മലയാളം, കണ്ണൂർ വേറൊരു മലയാളം, കോഴിക്കോട്ട് വേറൊരു മലയാളം, കാസർഗോഡ് വേറൊരു മലയാളം, ഇങ്ങനെ പല വിധത്തിലുള്ള മലയാളങ്ങളുണ്ടായിരുന്നു, എഴുത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഐക്യ കേരള തീവണ്ടി ഓടുന്നുണ്ട്, പരശുരാം എക്സ്പ്രസ്. ആദ്യം പരശുരാമൻ ഐക്യ കേരളം സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ ഐക്യ കേരളത്തിനെ ഊട്ടി ഉറപ്പിക്കുന്നത് ഈ പരശുരാം എക്സ്പ്രസ്സാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് തുടങ്ങും, നാഗർകോവിൽ എന്നാണ് പറയുന്നത്, അവിടുന്ന് തുടങ്ങി കാസർഗോഡ് അത് അവസാനിക്കും. അവിടെ അവസാനിക്കുമ്പോഴേക്ക് എത്ര ഭാഷാഭേദങ്ങളിൽ കൂടെയാണ് ഈ കടന്നു പോകുന്നത്. തിരുവല്ലയിൽ നിന്ന് കയറുന്ന ആളുടെ ഭാഷയല്ല തൃശ്ശൂരിൽ നിന്ന് കയറുന്ന ആളുടെ ഭാഷ. ഇവരൊക്കെ ഈ തീവണ്ടി മുറിയിൽ പരസ്പരം കലരുകയും പരസ്പരം സംവദിക്കുകയും പരസ്പരം വിനിമയം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തീവണ്ടിയുടെ റോളിനെ പറ്റി ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ തീവണ്ടിയാണ് ഇന്ത്യയിൽ ജാതിയെ ക്ഷീണിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമെന്ന്. കാരണം അത് കലർപ്പിൻ്റെയും പല ജാതിക്കാരും ഒത്തിരിക്കും, പല ഭാഷക്കാരിലും ഒത്തിരിക്കും, പല ആളുകളിലും ഒത്തിരിക്കും. അങ്ങനെ ആ ഒത്തിരിപ്പ് കൊണ്ടുണ്ടാകുന്ന ഐക്യം ആ യാത്ര കൊണ്ട് അവസാനിക്കില്ല എന്നുള്ളതും നിത്യമായ പല ബോധങ്ങളിലേക്കും അത് നയിക്കും എന്നും നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അതാണ് തീവണ്ടിയുടെ റോള്. ഇന്ത്യ മുഴുവൻ തീവണ്ടി കൊണ്ടാണ് യോജിപ്പിക്കപ്പെട്ടത്. അതുപോലെ കേരളത്തിനെ വീണ്ടും ഈ പല ഭാഷാഭേദങ്ങളിൽ കൂടെ യോജിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഐക്യ കേരള തീവണ്ടിയായ പരശുരാം എക്സ്പ്രസ്. അതിലൊരാൾ കയറിക്കഴിഞ്ഞാൽ എല്ലാ ഭാഷാഭേദങ്ങളും അയാൾക്ക് കേൾക്കാം. കാസർഗോട്ടോ മംഗലാപുരത്ത് ഇറങ്ങുമ്പോഴേക്ക് എല്ലാ ഭാഷാഭേദങ്ങളും കേൾക്കാം. ഈ ഭാഷാഭേദങ്ങളൊക്കെ നമുക്ക് കമ്പയറിന് ഉൾക്കൊള്ളാനും ഇതിലൂടെ ഒരു മാനകമായ ഭാഷ ഉണ്ടാകുമെന്ന് ആലോചിക്കാനും നമുക്കറിയാം. ഇങ്ങനെയുള്ള ഒരു വലിയ യാത്രയാണിത്. 1975 അതും ആ വണ്ടിയും വന്നത്. അപ്പോൾ അങ്ങനെ ഭാഷ ഇങ്ങനെയൊക്കെ സങ്കല്പിക്കുക എന്നുള്ളതാണ് ഒരു വലിയ സംഗതി. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, 3 നിയോജക മണ്ഡലങ്ങൾ. എന്താ നിയോജക മണ്ഡലങ്ങൾ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ട്? ആർക്കെങ്കിലും പറയാമോ? നിയോജക മണ്ഡലം, നിയോജകൻ എന്ന് പറഞ്ഞാൽ ആരാ? വോട്ടർ എന്ന് പറയും. നമ്മൾ വോട്ടറോ സമ്മതിദാനം ചെയ്യുന്ന ആളോ ഒക്കെയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ടൊരു അർത്ഥമുണ്ട്. നിയോഗിക്കുക എന്ന് പറഞ്ഞ ആളാണ് നിയോജകൻ. അതായത് ഒരു മനുഷ്യനെ ഞങ്ങളുടെയൊക്കെ കാര്യം പറയാനായിട്ട് ഒരു സ്ഥലം, ഒരു മണ്ഡലം, ഒരു തട്ടകം നിയോഗിക്കുകയാണ്. എന്തിന്? നിയമസഭയിലേക്ക്. അയാൾ നിയോഗമാണ് അയാൾ എടുക്കുന്നത്. അപ്പോൾ അയാളുടെ മണ്ഡലം എന്നല്ല പറയണ്ടേ, ഇത് നിയോജകന്മാരുടെ മണ്ഡലമാണ്. ഒരു MLA ആയിട്ടുള്ള ആളുടെ മണ്ഡലം നമ്മൾ തിരിച്ചാ പറയുക. ഇതിപ്പോൾ ലോനപ്പൻ നമ്പാടിൻ്റെ മണ്ഡലമാണ് ഇരിങ്ങാലക്കുട എന്നാ പറയുക. അങ്ങനെയല്ല, ആ നിയോജക മണ്ഡലമാണ്. ആ ഇരിങ്ങാലക്കുടയിലെ ആളുകളാണ് ആ അദ്ദേഹത്തിനെ നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അർത്ഥം മാറുമ്പോൾ ആ ജനങ്ങൾക്ക് ആണ് അവിടെ പ്രാമുഖ്യം വരുന്നത്, ആ സ്ഥാനാർത്ഥിക്കല്ല. ഇപ്പം സ്ഥാനാർത്ഥിക്കും MLAക്കും MPക്കും അയാളുടെ മണ്ഡലം, ഇന്നയാളുടെ മണ്ഡലം എന്നാണല്ലോ. ഇത് മറിച്ചാവുകയാണ്. ഈ ജനങ്ങളെ നിയോഗിക്കുന്ന നിയോജകന്മാരുടേതായിട്ടുള്ള മണ്ഡലമാണ്. ഇത് വലിയ രാഷ്ട്രീയ അർത്ഥങ്ങൾ വ്യത്യാസപ്പെടുത്തുന്നതാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഭാഷയിൽ എത്രമാത്രം രാഷ്ട്രീയ അർത്ഥങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നുവെന്ന്. ഇപ്പോൾ മഹാഭാരതത്തിൽ ഒരു സന്ദർഭമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ധൃതരാഷ്ട്രർ എല്ലാം അവസാനിപ്പിച്ചിട്ട് കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എല്ലാവരും പറഞ്ഞു പോലെ അല്ല, ഞാൻ പോവുകയാണ്. ഞാൻ യുധിഷ്ഠിരനെ രാജാവാക്കിക്കൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആളുകളെല്ലാം വികാരഭരിതരായി, ആളുകളൊക്കെ കരഞ്ഞു, കാല് പിടിച്ചു പോലെ എന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം പ്രജകളുടെ മുഖ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഇതാ യുധിഷ്ഠിരനെ, ധർമ്മപുത്രരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര, നിന്നെ ഞാൻ ജനങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന പോലെ ജനങ്ങൾ നിന്നെയും ഏറ്റു. അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുക. യുധിഷ്ഠിരനെ ജനങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, ജനങ്ങളെ യുധിഷ്ഠിരൻ്റെ കയ്യിലും ഏൽപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യം. ഒരു രാജാവിനെ ജനങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, ജനങ്ങളെ രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിക്കുന്നു. ഇത് മഹാഭാരതത്തിലെ ഏറ്റവും
ധന്യമായ ഒരു ജനാധിപത്യ സങ്കല്പ മുഹൂർത്തമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇതാണ് ഭരണീയരും ഭരണകർത്താക്കളും തമ്മിലുള്ള ഉണ്ടാവേണ്ട ബന്ധമാവേണ്ടത്. നമ്മളെ ജനങ്ങളുടെ കയ്യിലും ജനങ്ങളെ നമ്മുടെ കയ്യിലും ഏൽപ്പിക്കുന്ന പ്രക്രിയയാണ് ജനാധിപത്യത്തിലെ മഹത്തായ പ്രക്രിയ. ഈ ജനാധിപത്യത്തിലെ ഈ പ്രക്രിയയെ ഏറ്റവും നന്നായിട്ട് കാണിക്കുന്ന ഒരു വാക്ക് കൂടിയാണ് നിയോജക മണ്ഡലം. അപ്പോൾ അങ്ങനെ ഭാഷയിൽ ഇങ്ങനെ രാഷ്ട്രീയമായ അർത്ഥങ്ങൾ കൂടി ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി എനിക്കുണ്ടായത് നിങ്ങളിലേക്ക് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ 1 മണിക്കൂറിലധികം നീണ്ടുപോയ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. ഇവിടെ ഇങ്ങോട്ട് വരാനും ഈ സഭയിൽ വരാനും നിൽക്കാനും നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് 2 വാക്ക് പറയാനും അനുവാദവും ഒക്കെ തന്ന നിയമസഭാ സെക്രട്ടറിക്കും ദീപയ്ക്കും എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും, ജേക്കബ് ജോർജൊക്കെ ഉണ്ട്, എല്ലാ ആളുകൾക്കും, എനിക്ക് പേരറിയാത്ത ആളുകളുണ്ട്, അവർക്കൊക്കെ ഞാൻ മനസ്സാകും വാക്കാലും നന്ദി, അതീവ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.